ചെറുപുഴ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ 2 പോളിംഗ് സ്റ്റേഷനുകളാണ് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്തുള്ളത്. ഒന്ന് കോഴിച്ചാലിൽ പ്രവർത്തിക്കുന്ന പോളിംഗ് സ്റ്റേഷനും അതുപോലെ തന്നെ ജോസ്ഗിരിയിൽ പ്രവർത്തിക്കുന്ന പോളിംഗ് സ്റ്റേഷനുമാണ് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നത്. ഇവിടെയെല്ലാം കേന്ദ്രസേനയെ വിന്യസിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് തന്നെ ഒരുക്കിയിട്ടുള്ളത്. നാളെ ആർക്കും ഒരു ഭീതിയില്ലാണ്ട് സുരക്ഷിതമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും പോലീസ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കേന്ദ്രസേനയാണ് 2 സ്റ്റേഷനെ സുരക്ഷാ ചുമതലയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയത് ഇവിടുന്ന് ഏകദേശം തൊട്ടടുത്തുള്ള കർണാടക ഫോറസ്റ്റിലാണ്. ആ ഫോറസ്റ്റിലാണ് രൂപേഷിൻ്റെ നേതൃത്വത്തിലുള്ള മാവോയിസ്റ്റ് സംഘം വരികയും അവിടുത്തെ തൊഴിലാളികളെ ബന്ദിയാക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന് സമീപത്ത് പ്രവർത്തിക്കുന്ന 2 ബൂത്തിലും കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാണ്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ മാവോയിസ്റ്റ് സംഘങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാൻ പറഞ്ഞതും വളരെ ഗൗരവത്തോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ തന്നെ ടൗണിലും പരിസര പ്രദേശങ്ങളും ഫോറസ്റ്റിന് സൈഡിലെല്ലാം പോലീസ് പിക്കറ്റിംഗ് പോസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം പോലീസ് റോന്തിയുറ്റലും ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും നാളെ രാവിലെയുമായിട്ട് ഡ്രോണിൽ ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ നടത്താനുമാണ് പോലീസ് ആലോചിക്കുന്നത്. ചെറുപുഴ CI TP ദിനേശിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ നിയന്ത്രിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കേന്ദ്രസേനയെ അതിനു പുറമെ കർണാടകയിൽ നിന്നുള്ള 35 അംഗ സേനാ വിഭാഗവും ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. ഇവരിൽ മാവോയിസ്റ്റ് വിരുദ്ധ സ്ക്വാഡിലെ അംഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായെന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.